പ്രധാനമായും രണ്ട് പേരുകളുടെ പരാമർശമാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. ധനേഷ് അതോടൊപ്പം തന്നെ രമേശ് എന്നിങ്ങനെ രണ്ടു പേർ തന്റെ മരണത്തിന് ഉത്തരവാദികൾ ആണ് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ മുൻപ് കൊടുത്ത വാർത്തയുമായി ബന്ധപ്പെട്ട് ചെറിയ വ്യത്യാസം ഇതിൽ വന്നിട്ടുണ്ട്. അതായത് അഗളി പോലീസ് നൽകിയ ആദ്യ വിവരപ്രകാരം ഇവർ രണ്ടുപേരും കേസിൽ പ്രതികളായിരുന്നു എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ അഴീക്കൽ പ്രദേശവുമായി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടപ്പോൾ ഇവർ രണ്ടുപേർ, അതായത് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന രമേശ് എന്ന് പറയുന്ന ആൾ നിലവിൽ പ്രതിപട്ടികയിൽ ഇല്ലാത്ത ആളാണ്. ഇത് സംബന്ധിച്ച് രണ്ട് സംശയങ്ങളാണ് പോലീസ് പ്രധാനമായും പോലീസിന് മുന്നിലുള്ളത്. അതായത് നിലവിൽ അറസ്റ്റിലായിട്ടുള്ള 5 പേരിൽ അഭിലാഷ് എന്ന ആൾ ഉണ്ട്. ആ പേര് ഒരുപക്ഷെ രമേശ് എന്ന പേരിലേക്ക് മാറിപ്പോയതാകാം എന്നുള്ള ഒരു സംശയമാണ് പോലീസിന് പ്രധാനമായും ഉള്ളത്. രണ്ടാമത്, ഈ 6 പേർക്ക് പുറമെ മറ്റാരെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഈ സംഭവത്തിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ സംശയം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഴീക്കൽ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനുമായി അഗളി പോലീസ് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ പ്രതി ചേർക്കപ്പെട്ട അറസ്റ്റിലായിട്ടുള്ളവരിൽ അല്ലാതെ മറ്റാർക്കെങ്കിലും ഈ സംഭവവുമായി ബന്ധമുണ്ടോ എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട്. രണ്ടാമത്, കേസിൽ അറസ്റ്റിലായിട്ടുള്ള അഭിലാഷ് എന്ന ആളിന്റെ പേര് രമേശ് എന്ന് മാറിപ്പോകാനുള്ള സാധ്യതയാണ് രണ്ടാമതായി പരിഗണിച്ചു വരുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനീഷും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയും പോലീസിന് വിശദമായി മൊഴി നൽകിയിരുന്നു. അതിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, തങ്ങൾ ഇരുവരും ബീച്ചിലേക്ക് പോയപ്പോൾ തങ്ങളെ പിന്തുടർന്നത് അഭിലാഷ് എന്നുള്ള ആളാണ് എന്നാണ് അന്ന് മൊഴി നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇരുവരെയും ചേർത്ത് നിർത്തി ദൃശ്യങ്ങൾ പകർത്തിയത് ധനീഷ് എന്ന ആൾ ആണ് എന്നും പറയുന്നുണ്ട്. വലിയ തോതിൽ ഈ 5 അംഗ സംഘത്തിന്റെ ആക്രമണത്തിന് വിധേയരായ ശേഷമാണ് ഇരുവരെയും ചേർത്ത് നിർത്തി ദൃശ്യങ്ങൾ പകർത്തിയത്. ഇത് വാട്സപ്പ് വഴി വലിയ തോതിൽ പ്രചരിപ്പിച്ചു. അട്ടപ്പാടി മേഖലയിലടക്കം, അതായത് അനീഷിന്റെ കുടുംബം താമസിക്കുന്ന മേഖലയിലടക്കം നാട്ടുകാരുടെ ഇടയിൽ പോലും ഇത് വലിയ തോതിൽ ചർച്ചാ വിഷയമായി. അത്തരത്തിൽ വലിയ തോതിലുള്ള മാനസികമായ സംഘർഷത്തിലായിരുന്നു അനീഷ് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി. അനീഷിന്റെ വല്യച്ഛനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും പരിഹരിക്കപ്പെടാം, കാലം എല്ലാം മായ്ച്ചു കളയും എന്നുള്ള തരത്തിൽ വലിയ തോതിൽ മാനസികമായി സപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ അനീഷ് മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അമ്മയും ബന്ധുക്കളും ഒക്കെ തന്നെ ജോലി ആവശ്യത്തിനായി പുറത്തുപോയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ സമയത്താണ് അനീഷ് ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. വീടിന് പിൻഭാഗത്ത് 50 മീറ്റർ അകലെയുള്ള ഒരു മരത്തിൽ സാരിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അനീഷിനെ കണ്ടെത്തിയത്. വൈകിട്ട് പുറത്തുപോയി വൈകുന്നേരം മടങ്ങിയെത്തിയ സാഹചര്യത്തിൽ വീട്ടിനുള്ളിൽ അനീഷിനെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് മരക്കൊമ്പിൽ മൃതദേഹം കാണപ്പെട്ടത്. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയായിരുന്നു. സ്ഥലത്തു നിന്നാണ് ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചത്. ഇതിലാണ് ധനീഷും രമേശും എന്നിങ്ങനെ 2 പേരുള്ളവരാണ് തന്റെ മരണത്തിന് ഉത്തരവാദി ആയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് അഗളി പോലീസ് കടക്കുകയാണ്. ആത്മഹത്യാക്കുറ്റത്തിന് ഒരു കേസ് കൂടി അഗളി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി അഗളി പോലീസ് ഉടൻ തന്നെ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന മതി.